മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവർ അഴിക്കുള്ളിലാകും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാത്രമല്ല, യു.ഡി.എഫും കുഴപ്പത്തിലാകും. ഇതിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഇമേജ് പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനവും യു.ഡി.എഫിന് വോട്ട് ചെയ്ത ജനവിഭാഗങ്ങളിലും സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും വരെ ഈ സർക്കാരിന് എതിരാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൂപ്പർ ഹിറ്റായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനും വെള്ളാപ്പള്ളിമാരെ സഹായിക്കുക കൂടി ചെയ്താൽ ഉന്നത നീതിപീഠങ്ങൾ ഇടപെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. അതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. CPM നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിമാർക്കെതിരെ തുടങ്ങിവെച്ച പോരാട്ടം അദ്ദേഹത്തിന്റെ കാലശേഷം കോൺഗ്രസിന്റെ സമുന്നത നേതാവായ VM സുധീരൻ ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ഇനി വെള്ളാപ്പള്ളിമാരെ UDF സർക്കാർ സഹായിച്ചാൽ അതിനെതിരെയും ശക്തമായ രംഗത്തിറങ്ങാൻ പോകുന്നതും ഇതേ VM സുധീരൻ തന്നെയായിരിക്കും. അത്തരമൊരു നീക്കത്തിന്റെ സൂചന VM സുധീരന്റെ നീക്കങ്ങളിൽ നിന്ന് പ്രകടവുമാണ്. വെള്ളാപ്പള്ളിമാരുടെ പേരിലുള്ള കേസുകളിൽ സർക്കാരിന്റെ നിലപാട് പോലെ തന്നെ പോലീസിന്റെ നിലപാടും നിർണായകമായിരിക്കും. KK മഹേശൻ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതികളായി വെള്ളാപ്പള്ളിമാർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത വർഷങ്ങളായിട്ടും ഇവരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഇതിന് പ്രധാന കാരണം പിണറായി സർക്കാരിന്റെ സംരക്ഷണമാണെങ്കിലും ആ കാലയളവിൽ ക്രൈംബ്രാഞ്ച് മേധാവിമാരായി സേവനമനുഷ്ഠിച്ച IPS-കാർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല. ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാർ ക്രൈംബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ച H. വെങ്കടേഷിനെ തന്നെയാണ് UDF സർക്കാരും ക്രൈംബ്രാഞ്ച് മേധാവിയായി തുടരാൻ അനുവദിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് വെള്ളാപ്പള്ളിമാരെ തുടർന്ന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനിടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം അംഗീകാരം നൽകിയത് വെള്ളാപ്പള്ളി നടേശന് വൻ പ്രഹരമായിട്ടുണ്ട്. ഹൈക്കോടതിയും വിജിലൻസും കടുത്ത നിലപാട് സ്വീകരിക്കുകയും മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരിക്കാനും ഇനി സർക്കാരിന് കഴിയുകയില്ല. V.S. അച്യുതാനന്ദൻ 2016 നൽകിയ പരാതിയിൽ 124 ഇടപാടുകളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ വയനാട്ടിലെ കേസിന്റെ കാര്യത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയാണ് മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്റർ KK മഹേശൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടി VM സുധീരൻ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇതോടെ ഒരേ സമയം 2 വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യമാണ് വെള്ളാപ്പള്ളിമാർക്ക് ഉള്ളത്. സ്ത്രീകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 3% പലിശക്ക് പിന്നാക്ക വികസന കോർപ്പറേഷൻ നൽകുന്ന പണം 12% പലിശ ഈടാക്കി മറ്റാവശ്യങ്ങൾക്ക് നൽകിയെന്നാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ അടിസ്ഥാനം. അന്വേഷണം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി സർക്കാരിന്റെ കാലത്ത് തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ഹൈക്കോടതി നിരീക്ഷണത്തിലായിരുന്നത്. രണ്ടാമത്തെ കേസിൽ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയ ശേഷമാണ് മഹേശൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മരണത്തിൽ മഹേശന്റെ ഭാര്യ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് VM സുധീരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകിയത് എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. വെള്ളാപ്പള്ളിയിൽ നിന്ന് അനുഭവിച്ച മാനസിക പീഡനങ്ങളും മൈക്രോ ഫിനാൻസ് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം മുഴുവൻ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കവും SNDP യോഗത്തിലും ട്രസ്റ്റിലും നടന്നുവരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ മഹേശനിൽ ചുമത്തുമെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഭീഷണിയുമാണ് മരണത്തിന് കാരണമെന്നാണ് മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നോട് പറഞ്ഞ കാര്യവും സുധീരൻ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം മുറുകിയാൽ മഹേശന്റെ മരണത്തിലേക്കും അത് നീളേണ്ടി വരും. സുധീരൻ ഇതിനായി വാശി പിടിച്ചു നിൽക്കുന്നത് സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുമെന്നതും ഉറപ്പാണ്. വെള്ളാപ്പള്ളിക്കെതിരെ പരാതി കിട്ടിയില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രി പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടില്ല എന്നതാണ്. അധിക ദിവസം സുധീരന്റെ പരാതി പിടിച്ചുവെക്കാൻ എന്തായാലും മുഖ്യമന്ത്രിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ തുടരന്വേഷണത്തിന്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് ഉടൻ തീരുമാനം എടുക്കേണ്ടതായി വരും. ആദ്യ പരാതിക്കാരൻ സാക്ഷാൽ V.S. അച്യുതാനന്ദൻ ആയിരുന്നു എന്നതിനാൽ വെള്ളാപ്പള്ളിക്ക് കുരുക്കുമുറുകിയാൽ CPM-നും ഇടതുപക്ഷത്തിനും നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചതിന് എതിരെ പിണറായി വിജയന് രൂക്ഷ വിമർശനമാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് പ്രധാന കാരണക്കാരനായ വെള്ളാപ്പള്ളിയുമായുള്ള സഹവാസം പിണറായി അവസാനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്ന മുന്നറിയിപ്പാണ് ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും ഉയരുന്നത്.